ഹലോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു പേരൻറ്റിങ്. അപ്പം പേരൻറ്റിങ് മിസ്റ്റേക്സ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ പേരൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നീഡിന് വേണ്ടി, പിന്നെ നമ്മുടെ ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാറുണ്ട്. ബട്ട് അതിൽ നിന്ന് ഞാൻ കളക്റ്റീവായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ച് മിസ്റ്റേക്സ് ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സാണ്. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഞാനൊന്ന് പറയുന്നുള്ളതായിരിക്കും. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്ന മിസ്റ്റേക്സും ഉണ്ട്, നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്ന മിസ്റ്റേക്സും ഉണ്ട്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ. അത് കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന മിസ്റ്റേക്സാണ്. പിന്നെ അഗെയിൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് എനിക്കുണ്ടായ അനുഭവവും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലും പിന്നെ അങ്ങനെ കൊളേറ്റീവായിട്ടുള്ള കുറേ ഒപ്പീനിയൻ എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അത് വെച്ച് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പേരൻറ്റിങ്ങിലുണ്ടാകുന്ന മിസ്റ്റേക്സ് കുഞ്ഞുങ്ങളെ എന്തോരം ബാധിക്കുന്നു എന്നുള്ളത് ഞാനിത് വീഡിയോ എൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കമ്പാരിസനാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ പേരൻസ് ചെയ്യുന്നത്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിക്റ്റിമാണ് കേട്ടോ. ഞാനൊക്കെ വിക്റ്റിം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലേക്ക് എൻ്റെ പേരൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ തന്നെ ബന്ധുക്കളോ നമ്മുടെ തന്നെ റിലേറ്റീവ്സിൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കുട്ടികളോ ഒക്കെ സെയിം സ്കൂളിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം മാർക്സ് എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ആദ്യം ചോദിക്കുന്നത്, നിനക്ക് 5th റാങ്ക് ആണോ, മറ്റേ കുട്ടിക്ക് എത്രാമത്തെ റാങ്കാണ്, അതാണ് ആദ്യമേ ചോദിക്കുന്നത്. അപ്പം തന്നെ ആ ഒരു കമ്പാരിസൺ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് കുട്ടിയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമുക്കൊരു എനിമിറ്റി ഉണ്ടാവും എന്നുള്ളത്. അത് ഗ്രാജ്വലി എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാൻ അതാണ് ഈ പറഞ്ഞു വരുന്നത്. കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ കമ്പയർ ചെയ്താൽ, അല്ലെ അപ്പുറത്തെ വീട്ടിലെ അമ്മ, അല്ലെ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അമ്മ, എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അമ്മ ഇങ്ങനെയാണല്ലോ, അമ്മ എന്താ ഇങ്ങനെ, അങ്ങനെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഹേർട്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ഞിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു ഇമോഷൻ സെയിം തന്നെയായിരിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കാറില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞിപ്പം ചിലർ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറയുന്നുണ്ട്, എന്നോട് എൻ്റെ കുഞ്ഞ് പറയുന്നുണ്ട്, മറ്റേ ആൻറ്റി ഇങ്ങനെയാണ്, ആൻറ്റി അങ്ങനെയാണ്, അല്ലെ കുക്കിംഗ് ആണെങ്കിൽ പോലും ആൻറ്റി നല്ലപോലെ കുക്ക് ചെയ്യും, അമ്മ എന്താ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് കാണിച്ചാൽ മാത്രമേ കുട്ടി അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പഠിക്കുകയുള്ളൂ. കുട്ടി പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാമെന്ന് വെച്ചാൽ ഒന്നി അവർ പഠിക്കുന്നത് പേരൻസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വേറെ കുട്ടികളുടെ കയ്യിൽ നിന്നായിരിക്കും. കുട്ടികൾക്ക് ഒത്തിരി വലിയ സർക്കിളൊന്നുമില്ല, അവർ ദേ ആർ ഇൻസൈഡ് എ ബോക്സ്. അപ്പോൾ ഈ ബോക്സിനകത്തുള്ള ക്യാരക്ടേഴ്സാണ് ഞാനീ പറയുന്നത്. അവർ കുറച്ച് പ്രായം കഴിയുമ്പോഴായിരിക്കും അവർ ഈ ബോക്സിന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റഡ് വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ആ പ്രായത്തിന് മുകളിലോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ പറയാറില്ല. ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 7-8 വയസ്സിനകത്തുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്, അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം ലാംഗ്വേജ് ആണെങ്കിൽ പോലും ബിഹേവിയർ ആണെങ്കിൽ പോലും അവർ ഇമിറ്റേറ്റ് ചെയ്യും, പഠിക്കുന്നത് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് സംസാരിച്ച് കഴിഞ്ഞാലും നിങ്ങൾ അതെപ്പോഴും കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വേണം പറയാൻ. അത് ടേക്ക് അവേ പോയിൻ്റാണ് കേട്ടോ.
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പാരിസൺ. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഞാനീ പറയുന്ന പോലെ എന്നെ ഒരുപാട് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ലൈക്ക് കമ്പയർ ചെയ്ത് ഒരുപാട് പേരുമായിട്ട് കമ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ഞങ്ങളൊക്കെ ആ ഒരു ഇതിൽ നിന്ന് വന്ന ആൾക്കാർ. എനിക്ക് ഒരുപാട് പേർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പേരൻസ് എല്ലാം ആ ഒരു സമയത്ത് കമ്പയർ ചെയ്ത ആൾക്കാർ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ പേരൻ്റ് ആകുമ്പം നമ്മൾ മാക്സിമം അതൊക്കെ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നമ്മൾ ആ കമ്പാരിസൺ എന്നുള്ള സംഭവം എടുത്ത് മാറ്റുക. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എല്ലാവരുടെയും കുട്ടികൾ ഓരോ രീതിയാണ്. ഇപ്പം ഒരു കുഞ്ഞ് ഒരു കാര്യത്തിൽ ബെറ്റർ ആണെങ്കിൽ വേറൊരു കുഞ്ഞ് അതേ കാര്യത്തിൽ ബെറ്റർ ആകണമെന്നില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികൾ കാണും, 3 പേരും മിടുക്കരായിരിക്കും 3 കാര്യങ്ങളിൽ. അപ്പം അതുപോലെ എല്ലാവരും എല്ലാത്തിലും മിടുക്കരാണോന്നില്ല. സോ ലെറ്റ് സ്റ്റോപ്പ് കമ്പയറിങ്. അവരവരുടെ രീതിയിൽ വളരട്ടെ, അവരും കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യട്ടെ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ കാര്യം കേട്ടോ. കമ്പയർ ചെയ്യാൻ പാടില്ല, ഒരു മെയിൻ മിസ്റ്റേക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ ടോയ്സും കാര്യങ്ങളും അധികം അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇച്ചിരിയുടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അത് യൂസ് ചെയ്യും, ഇച്ചിരിയുടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഏജിൽ കൂടുതലായിട്ടുള്ള ടോയ്സും വീട് നിറച്ച് ടോയ്സും വാങ്ങിച്ച് കൂട്ടാറുണ്ട്. ലെറ്റ്സ് സ്റ്റോപ്പ് ദാറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടോയ്സ് ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അവർക്ക് ടോയ്സ് കയ്യിൽ കിട്ടുന്നു എന്ന് അറിയുമ്പോഴത്തേക്കിന് അവർ എല്ലാം ചോദിച്ചു തുടങ്ങും. അവർക്കറിയത്തില്ല എന്തൊക്കെയാണ് ടോയ്, എന്തൊക്കെയാണ് ടോയ് അല്ലാത്തതെന്ന്. നേരത്തെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് എക്സ്പെൻസീവ് ടോയ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്ന് കുട്ടികൾ എക്സ്പെൻസീവ് ടോയ്സ് ചോദിക്കും. നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എംബാരസ് ആകുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഷൗട്ട് ചെയ്യും. കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ബിക്കോസ് ആ ഒരു ബിഹേവിയർ അവർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നമ്മളിൽ നിന്നും. സോ അതൊക്കെ ലെറ്റ്സ് അവോയ്ഡ്. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ടോയ്സ് അതാത് പ്രായത്തിൽ, ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടിയാണോ, 1 വയസ്സുള്ള കുട്ടിക്ക് കളിക്കാൻ പറ്റുന്ന ടോയ്സ് മതി. അത് കഴിയുമ്പോഴത്തേക്ക് 2 വയസ്സായോ അതിനാവശ്യമുള്ള ടോയ്സ് മതി. നമ്മൾ സ്റ്റോക്കപ്പ് ചെയ്ത് വാങ്ങിക്കേണ്ട, ഒരുപാട് ടോയ്സ് വാങ്ങിക്കേണ്ട. അത് അവരെ സ്പോയിൽ ചെയ്യും. അതാണ് എൻ്റെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഞാൻ പറയുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജനറലി കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ തലമുറയിൽ, പിന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ രീതിയിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം കുഞ്ഞുങ്ങളെ നമ്മളൊന്നി ലൈക്ക് മെറ്റേണിറ്റി കഴിഞ്ഞാൽ ഉടനെ 6 മന്ത്സ് നമ്മൾ നോക്കും. 6 മന്ത്സ് നമുക്ക് ലീവുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ഡേ കെയറിൽ വിടും. നമ്മൾ ജോലിക്ക് കയറണമല്ലോ, ഡേ കെയറിൽ വിടും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബേബി സിറ്ററിനെ വെക്കും വീട്ടിൽ. ഇതൊക്കെയാണ് 90% ഓഫ് പേരൻസ് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം, കുഞ്ഞ് സ്മാർട്ടല്ല. നമ്മൾ സ്മാർട്ടായിരിക്കും, നമ്മുടെ കുഞ്ഞ് സ്മാർട്ടല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നീ മണ്ടനാണോ, നീ എന്താ ചെയ്തത്, ഞാനൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഞാനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ വരയ്ക്കുമായിരുന്നു, ഓടുമായിരുന്നു, അങ്ങനെ ഡാൻസ് ചെയ്യായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയും. നമ്മൾ കുഞ്ഞിനോട് എന്താ അത് ചെയ്യാത്ത എന്ന് നമ്മൾ ചോദിക്കേണ്ട സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് സ്മാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ തെറ്റും നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങളുടെ കുഞ്ഞ് സ്മാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ റീസൺ. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രാജുവലി നമ്മളിപ്പോൾ 6 മന്തിനകത്ത് കുഞ്ഞിനൊന്നും അറിയത്തില്ല. 6 മന്ത് കഴിഞ്ഞാണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 6 മന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മളൊന്ന് ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കുക എന്നുണ്ടെങ്കിൽ, കുട്ടി ഗ്രാജുവലി ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും എല്ലാ കാര്യങ്ങളും പഠിക്കുക. അവർക്ക് അവരുടെ രീതിയിലെ നോളജേ കുഞ്ഞിന് കിട്ടുള്ളൂ. അവരുടെ രീതിയിലെ ലാംഗ്വേജ്, അവരുടെ രീതിയിലെ സ്കില്ലും അവർ പഠിപ്പിക്കുന്നത് മാത്രമേ കുഞ്ഞിന് കാണുകയുള്ളൂ. അങ്ങനെ പഠിച്ച ഒരു കുഞ്ഞിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ബേബി സിറ്ററിനെ വെച്ച് കുഞ്ഞിനെ നോക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നീ എന്താ സ്മാർട്ടല്ലാത്ത, നീ എന്താ ഇങ്ങനല്ലാത്ത, അങ്ങനെ അല്ലാത്തെന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറയുന്നതിൽ നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ പൈസയ്ക്ക് പുറകെയുള്ള ഓട്ടോ അല്ലേ. 6 മന്ത് കഴിഞ്ഞാൽ ഉടനെ, മെറ്റേണിറ്റി കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ നമ്മുടെ ജോലി പോവും, ജോലിക്ക് പ്രശ്നം വരും, നമുക്ക് സാലറി കിട്ടത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതൊക്കെ ഒരു സൈഡിലിരിക്കെ നിങ്ങൾ കുഞ്ഞിനെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുഞ്ഞിനെ സ്മാർട്ട്നെസ്സിനെ വഴക്ക് പറയരുത്. ലൈക്ക് കുഞ്ഞ് സ്മാർട്ടല്ല, അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞത് മനസ്സിലാക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ കുഞ്ഞിനെ വളർത്തുക. നിങ്ങൾ എന്തിനാണ് കംപ്ലീറ്റ്ലി ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കംപ്ലീറ്റ്ലി ഡേ കെയറിൽ വിടുന്നത്? സോ ഓൺലി ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്, നിങ്ങൾ അവരുടെ സ്മാർട്ട്നെസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തക്കാരാണേ പോലും ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പഠിപ്പിക്കുകയുള്ളൂ. ലാംഗ്വേജ് പറയുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലാംഗ്വേജ് കുട്ടിക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ്ലി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മാറി നിന്നിട്ട് കുഞ്ഞെന്താണ് ഇതിങ്ങനെ, എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കാണുന്നതും കേൾക്കുന്നതും കുഞ്ഞിന് കിട്ടുന്ന നോളേജും വെച്ച് മാത്രമേ കുഞ്ഞ് ബിഹേവ് ചെയ്യുള്ളൂ. നിങ്ങൾ കുഞ്ഞിന് സ്മാർട്ട്നെസ്സും അതും ഇതൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആകാശത്തുനിന്ന് വന്ന് കയറത്തൊന്നുമില്ല കേട്ടോ. അതിന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാത്തത്. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിലെ പേരൻസ് വേണമെന്ന് വിചാരിക്കുന്ന ഒരു ടൈമുണ്ട്. ലൈക്ക് അവർക്ക് പേരൻസ് നീഡ് ഉള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ, അവരാവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ കേട്ടോ. ഞാൻ പറയാനൊരു കാരണം, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പം കുറേ നാളായി കോൺടാക്ട് ചെയ്തിട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഇൻ ചെന്നൈയാണേ, തമ്പ്ലിയനാണ്. അപ്പം എൻ്റെ കോളേജ് മെറ്റാണ്. എൻ്റെ കോളേജിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടിൽ വരാറുണ്ട്. എൻ്റെ പേരൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് വീട്ടിൽ കഴിക്കാനും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ ആ ഒരു ഫ്രണ്ട് ബോയ് ആണ്. ആ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഒത്തിരി അറിയത്തില്ല. അപ്പം വൺ ഡേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ എൻ്റെ മമ്മിക്ക് ഈ പറഞ്ഞ ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനും എൻ്റെ മമ്മിയെ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം മമ്മിയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അവൻ കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം അവൻ്റെ അമ്മ വിളിച്ചിട്ട് ഒരു ദിവസം എൻ്റെ മമ്മിയോട് സംസാരിച്ചു, ഇതുപോലെ അവന് വേണ്ടി ഞാൻ വീട്ടിലൊരു മെയ്ഡിനെ വെച്ചിട്ടുണ്ട്, അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ ഒരാളിനെ വെച്ചിട്ടുണ്ട്, അവന് വേണ്ടി അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ഒരാളിനെ വെച്ചിട്ടുണ്ട്. പ്രിയയുടെ അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്തോരമാണ് ഞാൻ അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അന്നാ ഞാൻ അറിയുന്ന കേട്ടോ, ഇവൻ ബിഗ് ഷോട്ടാണോ, ഇവന് വേണ്ടി ഒരു മെയ്ഡോ വീട്ടിൽ കുക്ക് ചെയ്യാനും, എന്നിട്ടാണ് ഇവൻ നമ്മുടെ വീട്ടിൽ വന്ന് ദോശയും ചമ്മന്തിയും കഴിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോയി. അപ്പം ഇത് അവരുടെ അമ്മയോടെ എല്ലാം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് മമ്മി കോൾ കട്ട് ചെയ്തിട്ട് മമ്മി എന്ത് ചെയ്തു, അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മോനെ നീ എന്താ ഇങ്ങനെ, നിൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയല്ലേ വീട്ടിൽ മെയ്ഡിനെയൊക്കെ വെച്ചേക്കുന്നത്, അപ്പം നീ എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത്, നീ എന്തുകൊണ്ടാണ് അവരെ കൺസിഡർ ചെയ്യാത്തത് എന്നൊക്കെ മമ്മി അത്രേ ചോദിച്ചുള്ളൂ കേട്ടോ. അവൻ പൊട്ടി അങ്ങ് തെറിച്ചു. അവൻ പൊട്ടിത്തെറിച്ചിട്ട് അവൻ മമ്മിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരെവിടെ പോയി, എനിക്ക് അമ്മയായിട്ട് അമ്മയും അച്ഛനായിട്ട് അച്ഛനെയും വേണ്ട കുറേ സമയങ്ങളുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെ. അപ്പോൾ എനിക്കവരില്ലായിരുന്നു, എൻ്റെ ആവശ്യങ്ങൾക്ക് അവരില്ലായിരുന്നു, എൻ്റെ ആവശ്യങ്ങൾക്ക് വേറെ ആൾക്കാരായിരുന്നു വന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് അവരില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവർ തരുന്നതൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാനപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ പേരൻസ് അവന് ആവശ്യമുള്ള സമയത്ത് ഇല്ലായിരുന്നതും കൊണ്ട് അവൻ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പേരൻസുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവന് ഇല്ലാണ്ടായിപ്പോയി കംപ്ലീറ്റ്. ഇപ്പോഴും ആൾ മാരീഡ് അല്ല, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പാണ്. അങ്ങനെയാണ് ഇപ്പോഴും. 35 ഒക്കെ ആയിട്ടോ ഏജ്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ്. അവർക്ക് നമ്മൾ വേണ്ട സമയത്ത് നമ്മളില്ല എങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ വേണമെന്ന് തോന്നുന്ന സമയത്ത് അവർ നിൽക്കത്തില്ല. അവരുടെ രീതിയിലായിരിക്കും. അന്നേരം നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ വളരെ കുഞ്ഞിലേ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അവർ സ്മാർട്ടല്ലെന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ കംപ്ലയിൻറ്റ് നമുക്ക് വരാനേ പാടില്ല അവർ സ്മാർട്ടല്ല എന്നുള്ളത്. അത് നമ്മൾ കാരണമാണ് അവർ സ്മാർട്ടല്ലാത്തത്. കുഞ്ഞുങ്ങളിൽ എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് ഓർക്കുക, ചിന്തിക്കുക.
നെക്സ്റ്റ് തിങ് പിന്നെ ഞാൻ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ റൈറ്റ്സ് ഗ്രാൻഡ് പേരൻസിനുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അമ്മ ഒന്ന് നോക്കണം, അച്ഛൻ വന്ന് നോക്കണം. അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെയാണ്, ഗ്രാൻഡ് പേരൻസ് ആണ് നോക്കുന്നത്. ഞങ്ങൾ ബിസി അല്ലയോ, ഞങ്ങൾ ജോലിയില്ലയോ, ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നു, അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഒരു റൈറ്റ് നിങ്ങളുണ്ടാക്കുന്ന റൈറ്റ്സാണ് കേട്ടോ അത്. ഒന്നുമില്ല. അവരെങ്ങനെയാണ് വളർത്തിയത്? അവരുടെ അച്ഛനും അമ്മയാണോ നമ്മളെ വളർത്തിയത്? അങ്ങനെയല്ലല്ലോ, നമ്മുടെ പേരൻസ് അല്ലേ നമ്മളെ വളർത്തിയത്. അപ്പം നമ്മൾ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് പേരൻസിനെ കൊണ്ട് നോക്കിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്താ ഗ്രാൻഡ് പേരൻ്റെ കൂടെ അങ്ങനെ ചെയ്യുന്നത്, അമ്മച്ചി ചെയ്യുന്ന പോലെ അല്ലെ അപ്പച്ചൻ ചെയ്യുന്ന പോലെ അല്ലെ അപ്പൂപ്പൻ ചെയ്യുന്ന പോലെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യമില്ല. കൊച്ചു പഠിക്കുന്നതല്ലേ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പ്ലാൻ ചെയ്താണ് നമുക്ക് കുഞ്ഞുണ്ടാകുന്നത്. അല്ല നമ്മൾ നമ്മുടെ അപ്പനമ്മമാരുമായിട്ട് പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ നമുക്ക് കുഞ്ഞുണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കുട്ടിയെ റേസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് മെയിനായിട്ട് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫുഡ് സ്റ്റൈൽ കേട്ടോ. കുട്ടികളുടെ ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അവരുടെ ഫുഡ് സ്റ്റൈൽ. കുഞ്ഞിലെ അവർക്ക് അറിയത്തില്ല കേട്ടോ, ഇന്ന ഫുഡ് ടേസ്റ്റ് ഇല്ല, ഇന്ന ഫുഡിന് മറ്റേ അതില്ല ഇതില്ല, അതൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ കുഞ്ഞിലെ എന്തോ കൊടുക്കുന്നത് അവർ കഴിക്കും, അങ്ങനെയല്ലയോ? അപ്പം ഇത് കട്ടിയാണ്, കഴിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് എല്ലാ രീതിയിലെ ഫുഡ്സും കൊടുത്തു തുടങ്ങണം. ഇപ്പോൾ കുഞ്ഞിലെ നമ്മൾ എല്ലാ ഫുഡും കൊടുക്കാതെ ശീലിപ്പിച്ചിട്ട് ഇച്ചിരി വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത് കൊടുക്കുക. ഇപ്പോൾ ഇത് കഴിച്ചോട്ടെ, ഇതാ ഇഷ്ടം, ഫ്രൈസ് കഴിച്ചോട്ടെ, ഇപ്പോൾ അല്ലേ അത് കഴിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്കിനും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കത്തില്ല കേട്ടോ. അവർ ടേസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവർ പുതിയ ഫുഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്നവർ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫുഡ് അക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് കാണും. ഇപ്പം എൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഞാൻ എല്ലാ ഫുഡും കൊടുത്തായിരുന്നു ശീലിപ്പിച്ചത് കേട്ടോ. പക്ഷേ കക്ഷി അങ്ങനെ എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പല്ലായിരുന്നു. ബട്ട് കുഞ്ഞിനെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് തുടങ്ങിയപ്പം സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അത് ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്കൂളിങ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്ത്, അവിടുന്ന് തന്നെ ഫുഡ് കൊടുക്കട്ടെ. അപ്പം പിന്നെ ഞങ്ങൾക്ക് കൺസേൺ ഉണ്ടായിരുന്നു അവിടുന്ന് കൊടുക്കുന്ന ഫുഡ് കഴിക്കുകയോ ഇല്ലയോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് അവിടുന്ന് കൊടുക്കുന്ന ഫുഡ് എന്തായാലും കുഞ്ഞ് ഗ്രാജുവലി കഴിച്ചോളും, കാരണം ബാക്കിയുള്ള കുട്ടികൾ കഴിക്കുന്ന കണ്ട് കഴിച്ചോളും. വേറെ ഫുഡ് കൊണ്ടുപോകുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് വേറൊരു കുട്ടി കൊണ്ടുവരുന്ന ഫുഡായിരിക്കും ഇഷ്ടപ്പെടുക, അല്ലെ അതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിട്ട് തോന്നിക്കുക. അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഫുഡ് കിട്ടുന്ന ഒരു സ്കൂളിൽ തന്നെ വിടാം എന്ന് വിചാരിച്ചാണ് നമ്മൾ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ടത്. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ചില ഫുഡ് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. മധുരക്കിഴങ്ങ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വീട്ടിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് തരുമോ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് കളിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന്, കാരണം കഴിക്കത്തില്ലായിരുന്നല്ലോ. അത് അവിടെ നിന്ന് മൊത്തം കഴിച്ചു കേട്ടോ. അതിൻ്റെ നാരൊക്കെ തന്നെ എടുത്ത് മാറ്റിയിട്ട് തന്നെ മൊത്തം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഇതാ അമ്മ ഞാൻ സ്കൂളിൽ കഴിക്കുന്ന യമ്മിയാണ് അമ്മ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓർക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിപ്പോൾ അഥവാ ഫുഡ് ഇങ്ങനെ നിങ്ങൾ ചൂസി ആയിട്ടുള്ള ഫുഡ്, സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡാണ് കൊടുത്ത് ശീലിപ്പിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്കൂളിലോട്ട് വിടുമ്പോൾ എന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലെ കേട്ടോ, പ്രീ KGയോ അങ്ങനെ വളരെ കുഞ്ഞിലെ നിങ്ങൾ സ്കൂളിങ്ങിലോട്ട് വിടുമ്പോഴത്തേക്കിന് അവിടുന്ന് തന്നെ ഫുഡ് കൊടുക്കുന്ന ടൈപ്പ് ഒരു സ്കൂൾ ചൂസ് ചെയ്യുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലിയേ കഴിച്ചു തുടങ്ങുള്ളൂ കേട്ടോ. തുടക്കത്തിലൊന്നും കഴിക്കത്തില്ലായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, തുടക്കത്തിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങി പാലും അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു, കാരണം എനിക്കറിയാം സ്കൂളിൽ നിന്നൊന്നും കഴിച്ച് കാണത്തില്ലെന്ന്. പക്ഷേ ടീച്ചേഴ്സ് പിന്നെ പറഞ്ഞു തുടങ്ങി ഗ്രാജുവലി കഴിച്ച് തുടങ്ങുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികളെ കണ്ടവർ കഴിച്ചോളൂ എന്ന്. അതെനിക്കും സംഭവിച്ചു. അതുപോലെ തന്നെ കുട്ടി കഴിച്ച് ശീലിച്ചു. സോ ഒരു ടേക്ക് അവേ
നോട്ടാണത് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുട്ടി അഥവാ എല്ലാം കഴിക്കുന്ന ഒരു കുട്ടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടുന്ന സ്കൂള് വളരെ കുഞ്ഞിലേ കേട്ടോ, വളർന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, വളരെ കുഞ്ഞിലേ നിങ്ങൾ വിടുന്ന സ്കൂളിൽ അവർ തന്നെ ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ കുട്ടി ഉറപ്പായിട്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങും, എല്ലാം കഴിച്ച് തുടങ്ങും. അപ്പം മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം എല്ലാം കഴിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങും കൊണ്ടുപോകാനൊരു മടി കാണത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് നമ്മൾ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് എപ്പോഴും ഒരു മനസ്സിൽ അയ്യോ കുഞ്ഞത് കഴിക്കത്തില്ലല്ലോ, കുഞ്ഞിത് കഴിക്കത്തില്ല, ആ ഒരു ഇത് നമുക്ക് വരത്തില്ല. എല്ലാം കഴിച്ച് ശീലിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും എന്തെങ്കിലും കാണും കുഞ്ഞിന് കഴിക്കാനുള്ളത്. സോ അതാണ് അടുത്ത കാര്യം, ഫുഡ് സ്റ്റൈൽ. നെക്സ്റ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡിങ് ടൈം. നമ്മളിപ്പം എത്ര തന്നെ ബിസി ആയിക്കോട്ടെ, എന്ത് പ്രൊഫഷനിൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ കുഞ്ഞുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ആ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. അവർക്കതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരതൊക്കെ രാത്രിയിൽ കിടക്കാൻ നേരത്തോ ഒക്കെ ചോദിക്കുക. അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ബിസി സ്കെഡ്യൂൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വി ആർ റണ്ണിങ് ബിഹൈൻഡ് മണി, വി ആർ റണ്ണിങ് ബിഹൈൻഡ് ജോബ്, എല്ലാം ശരിയാണ്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് കുറച്ച് സമയം ഒരു ദിവസം നമുക്ക് കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയം ആ ദിവസത്തെ. സോ അതാണ് എൻ്റെ ഒരു ടേക്ക് അവേ നോട്ട് കേട്ടോ. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം കുഞ്ഞിനെ വിളിക്കാൻ സ്കൂളിൽ പോയ സമയത്ത് ഇതുപോലെ ഒരു കേരള സ്റ്റേറ്റിൻ്റെ ഒരു വണ്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആരോ എനിക്കറിയായിരുന്നു കളക്ടറിൻ്റെ കുഞ്ഞ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നെനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് കളക്ടർ ആരാന്നും അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ കേരള സർക്കാരിൻ്റെ വണ്ടി ഒത്തിരി ഉണ്ടല്ലോ, പല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ക്ലൂ ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാളിറങ്ങി, ഒരു ചെറുപ്പക്കാരനാട്ടോ, യങ്ങായിട്ട് ഒരാളിറങ്ങി പോയി. അതിൻ്റെ പുറകെ ഞാനും കൂടെ പോയി. ഞാൻ ചെന്നിരുന്നപ്പോൾ ഈ ആൾ എൻ്റെ തൊട്ട് മുന്നേ ഇരിപ്പുണ്ടായിരുന്നു. പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണേ. അപ്പം ആ കുട്ടിയെ വിടുന്നത് 3:30-ക്കാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ വിടുന്നത് 3 മണിക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പം 3 മണിക്ക് തന്നെ ആൾ വന്നിരിപ്പുണ്ട്. അപ്പം ഞാനിതുപോലെ ജസ്റ്റ് എല്ലാ പേരൻസും വന്നിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പരിചയപ്പെടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെട്ടു. ഹായ്, ഞാനിതുപോലെ PK2-ലെ കുട്ടിയുടെ അമ്മയാണ്. നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സെന്ന് പറഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡാണ്, സെക്കൻഡ് ഗ്രേഡാണ് എന്ന് പറഞ്ഞു. കുട്ടിയുടെ പേര് എന്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് പ്രിയ എന്നാണെന്ന് പറഞ്ഞപ്പം കക്ഷിയുടെ പേര് എന്നോട് പറഞ്ഞു ജെറോമിക് ജോർജോ, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തായാലും അപ്പോൾ പിന്നെ ഒരു മാം വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ വിളിക്കാൻ വന്നതാണോ എന്ന്. അപ്പം കക്ഷി പറഞ്ഞില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, 3:30 വരെ ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകാം, ക്ലാസ് നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. എന്തായാലും ഞാൻ ഇവിടെയാണല്ലോ മറ്റേ കളക്ടറിൻ്റെ കുഞ്ഞ് പഠിക്കുന്നത്, അത് ട്രിവാൻഡ്രം കളക്ടർ. ഞാൻ ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ നോക്കി, എന്തോ ഗൂഗിൾ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ഗൂഗിൾ ചെയ്തോണ്ടിരുന്ന് നോക്കിയ സമയത്ത് എനിക്ക് വന്ന ആ ഒരു ഫോട്ടോ എൻ്റെ മുന്നേ ഇരിക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടോ എനിക്ക്. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര കാഷ്വലായിരുന്നു. എനിക്ക് നമ്മളിപ്പോൾ ഒരു കളക്ടറാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ആ രീതിയിൽ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കത്തില്ല. അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരെ കയറി എൻ്റെ കുഞ്ഞ് ഇതിലാണ്, നിങ്ങളുടെ കുഞ്ഞ് ഇതിലാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഞാൻ പറയില്ല, ഒരു അടിപൊളി മനുഷ്യനാണ് കേട്ടോ, വെരി വെരി നോർമൽ പേഴ്സൺ. അപ്പം ഞാൻ അതിൽ നിന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കളക്ടർ പോലും വന്ന് വെയിറ്റ് ചെയ്യാണ് കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ. അപ്പം അത്ര വലിയ ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്യാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ റെഡി ആകുമ്പം നമ്മളൊക്കെ ഒന്നുമല്ല കേട്ടോ. അപ്പം അത് ഞാൻ എപ്പോഴും മനസ്സിലോർക്കാറുണ്ട്. ഞാൻ ആ മീറ്റ് ചെയ്ത മൊമെൻറ്റ്സൊന്നും ഞാൻ മറക്കത്തില്ല. ഞാനതിൻ്റെ പേരൻസിനോടൊക്കെ പറഞ്ഞ് എപ്പോഴും ചിരിക്കാറുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെയൊക്കെ പരിചയപ്പെടുത്തി ബായൊക്കെ പറഞ്ഞൊക്കെ ഞാൻ പോയി. പിന്നെ ഞാൻ കക്ഷിയോട് പറഞ്ഞില്ല കേട്ടോ, അതുപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതൊന്നും ഞാൻ പറയാൻ പോയില്ല. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് ഞാൻ പിന്നെ കുഞ്ഞിനെ പിക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോരുമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു ദിവസം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ കുഞ്ഞിനോട് ചോദിക്കുക. നിങ്ങൾ കൂടുതൽ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കുഞ്ഞിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ കളിച്ചു, എന്തൊക്കെ കഴിച്ചു. ചില കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ സ്കൂളിൻ്റെ കാര്യം ചോദിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മോൾക്ക് സ്കൂളിങ് ഇപ്പോഴും അഡ്ജസ്റ്റ് ആയിട്ടില്ല.
ഓഗസ്റ്റ് മുതൽ പോയി തുടങ്ങിയാണേ. അപ്പോൾ തുടക്കത്തിൽ ഒരു 2 മന്തൊക്കെ ആൾക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പം ഞാൻ സ്കൂളിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ആ കാര്യം ചോദിക്കണ്ട, അങ്ങനെ എന്നോട് പറയുമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ലൈക്ക് അതിനെ ഷീ വോണ്ട്സ് ടു ഫർഗെറ്റ് ദാറ്റ്. അപ്പം വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ സ്കൂൾ കാര്യമൊക്കെ പറയും കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയും. പക്ഷേ ഇപ്പോഴും ആൾ അഡ്ജസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുകയാണ്. എനിക്കൊന്ന് കുറച്ച് വലിഞ്ഞ് നീണ്ടൊക്കെ പോയി, ബട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ എന്തെങ്കിലും കമൻസോ തോട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. വേറെ ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.